കോഴിക്കോട്, സോറി, കോഴിക്കോട്. അതെ, ഇന്ന് തിങ്കളാഴ്ച. എല്ലാ തിങ്കളാഴ്ചയും മാത്രമാണ് കോഴിക്കോട് പച്ച ഇല മരുന്നുകൾ നമുക്ക് കിട്ടുക. അങ്ങനെ നമ്മുടെ മുറിവെണ്ണയ്ക്ക് വേണ്ട എല്ലാ മരുന്നുകളും ശേഖരിച്ച് ഓരോന്നോരോന്നായി വൃത്തിയാക്കി എടുക്കുക എന്നുള്ള വലിയൊരു ടാസ്കിലാണിപ്പോൾ. അങ്ങനെ ഓരോന്നോരോന്ന് വൃത്തിയാക്കുന്നു, കഴുകുന്നു, തൊലി കളയുന്നു. അങ്ങനെ തിങ്കളാഴ്ച ദിവസം പോയതേ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഏകദേശം 10 ലിറ്റർ എണ്ണയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഓരോ ഇലകളും നമ്മളിവിടെ കഴുകിയെടുക്കുകയാണ്. അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ, ഇതൊക്കെ ഇനി അരച്ചെടുക്കുക, സ്വരസാക്കേണ്ടത് സ്വരസാക്കുക, അങ്ങനെ എല്ലാവർക്കും പിടിപ്പത് പണി തന്നെയാണ് ഇന്ന് കേട്ടോ. ഇത്രയും ബന്ധപ്പെട്ടുണ്ടാക്കുന്ന മരുന്ന് അത്ര നിസ്സാരക്കാരനല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ മുറിവെണ്ണ. മുറിവെണ്ണ രക്തം വരുന്ന മുറിവുകളൊഴിച്ച് ബാക്കി എല്ലാത്തിനും അടിപൊളിയാണ്. നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന പൊള്ളൽ അല്ലെങ്കിൽ ഒരു ചതവ്, ഇനി എന്തിനധികം ഒന്ന് തേച്ച് കുളിക്കണമെങ്കിൽ പോലും മുറിവെണ്ണ അടിപൊളിയാണ്. ഇത്രയും മണിക്കൂറുകൾ ഞെക്കി പിഴിഞ്ഞെടുത്തതിൻ്റെ ബാക്കി പത്രമാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. ഇതൊക്കെ ഇതിൽ നിന്ന് ചാറെടുത്തതിൻ്റെ വേസ്റ്റാണ് ഈ കാണുന്നത്. പിന്നീട് നമ്മളിനി പണിയിലേക്ക് കിടക്കുകയാണ്. വലിയ ഉരുളി അടുപ്പത്ത് കയറ്റി ആവശ്യത്തിന് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഏകദേശം 60 ലിറ്ററിൻ്റെ ഉരുളി കേട്ടോ. 10 ലിറ്ററിൻ്റെ അടുത്തോളം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ബാക്കി ഓരോന്നും നമ്മളെടുത്തുള്ള സ്വരസങ്ങളാണ് ചേർക്കുന്നത്. അങ്ങനെ ഓരോ സ്വരസങ്ങൾ നമ്മൾ ചേർത്താണ് ഇതിൻ്റെ കൂടെ. സ്വരസം എല്ലാം കൂടി നമുക്ക് 50 ലിറ്റർ വരും. ഈ 40 ലിറ്ററോളം നമുക്ക് വച്ചിയെടുത്ത് കിട്ടുന്നതാണ് നമ്മളിവിടെ കൊടുക്കുന്ന ഒറിജിനൽ മുറിവെണ്ണ. ഇതിലുള്ള ഓരോ കൂട്ടും വളരെ കൃത്യമായ അളവിൽ അളന്നും തൂക്കിയുമൊക്കെ തയ്യാറാക്കിയെടുത്തതാണ്. പച്ചയിലെ പല പച്ചകൾ എന്നൊക്കെ പറയാല്ലേ. അങ്ങനെ ഇത് കത്തിക്കാൻ വേണ്ട മുട്ടി പോയി തിരഞ്ഞെടുത്ത് അതും കൊണ്ടുവന്ന് അങ്ങനെ അടുപ്പിൽ തീ കൊളുത്തി നമ്മുടെ മുറിവെണ്ണ അടുപ്പ് കയറി. ഇനി അടുപ്പ് കയറിയാൽ പോരാ, ഈ 40 ലിറ്ററും വറ്റി കിട്ടുന്ന സെറ്റാണ് നമ്മുടെ എണ്ണ. അങ്ങനെ നമ്മളുടെ കാത്തിരിപ്പും കൂടി തുടങ്ങണം. മുറിവെണ്ണയിൽ തള വന്നു, അതിൽ നിന്ന് നമ്മളെടുത്തിട്ടുള്ള തിരി വെച്ചിട്ട് തിരിപ്പാകമായോ അല്ലെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടോ, അങ്ങനത്തെ എല്ലാ പാകങ്ങളും കൃത്യമായി നോക്കി. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതിൽ ചെറിയ പൊട്ടൽ കേൾക്കും. അങ്ങനെ എല്ലാം പറ്റി കുറുകി ഈ കാണുന്ന പരുവത്തിലേക്ക് കൽക്കനായി മാറിയോ, എല്ലാ പാകവും വീണ്ടും നോക്കി. ചളിപ്പാകമാണോ മണൽപ്പരുവമായോ എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മുടെ ഈ മുറിവെണ്ണ റെഡി ആയിട്ട് ഇരിക്കുന്നത്. അതിനുശേഷം പാത്രപാകവും കൂടി നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ചെറുതായിട്ട് പണി പാളിപ്പോവും. അപ്പം നമ്മളതൊക്കെ കൃത്യമായി നോക്കിയിട്ടുണ്ട്. ഇത്രയും ചെയ്തിട്ടും നമ്മളെ പണി തീർന്നിട്ടില്ല കേട്ടോ. ഇനി ഇതൊക്കെ അരിക്കണം, അളവ് നോക്കി കുപ്പിയിലാക്കണം. അതിനുശേഷം അതിന് വേണ്ട സ്റ്റിക്കർ എഡിറ്റ് ചെയ്തുണ്ടാക്കണം. എഡിറ്റിങ്ങിന് ശേഷം സ്റ്റിക്കർ പ്രിൻ്റ് അടിക്കണം. അങ്ങനെ ഒരു പുതിയ പ്രൊഡക്റ്റ് കൂടി ഹിബിസ്കൻ്റെ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞു. മുറിവെണ്ണയുടെ ഫസ്റ്റ് ക്വാളിറ്റി ടെസ്റ്റ് ആയിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതെ, നല്ല പച്ച മുറിവെണ്ണ. മുറിവെണ്ണയുടെ ഒറിജിനാലിറ്റി നോക്കുന്നത് നല്ല കരിഞ്ഞ പച്ചയാണോ നോക്കിയിട്ടാണ്. എല്ലാ എണ്ണയും കുപ്പിയിലൊക്കെ നിറച്ചു. ഇനി വീഡിയോൻ്റെ ക്ലാരിറ്റിയിൽ കളർ വ്യത്യാസം തോന്നാം, പക്ഷേ നമ്മുടെ മുറിവെണ്ണ പച്ച കളർ തന്നെയാണ്. ഇത്രയൊക്കെ ആയ ഒരു ഫോട്ടോഷൂട്ടും കൂടി അത് നിർബന്ധം അല്ലേ. അങ്ങനെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ ഓർഡർ ചെയ്യാം. ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ സൗജന്യമായിട്ട് ലഭ്യമാണ്. അപ്പോൾ മുറിവെണ്ണയുമായിട്ടുള്ള എന്ത് ഡൗട്ടും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ഇനി വാട്സപ്പിലൂടെ പറയാം അല്ലേ.